അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. അതിലേക്ക് തത്സമയം. कंडीशन है या नहीं है, पहली बात. दूसरी बात, इस ऑर्डर जब ये अपलोड हो जाएगा और अवेलेबल हो जाएगा, इसके बेसिस पे ट्रायल कोर्ट रिलीज का ऑर्डर पास करेगा. हम कोशिश करेंगे कि जल्द से जल्द आज ही हो जाए. वो हमारी कोशिश रहेगी कि अरविंद जी आज ही रिलीज हो जाए, वो जल्द से जल्द रिलीज हो जाए और आज ही रिलीज हो जाए. इंग्लिश में टुडे एट 2 PM the bench in court 2 assembled for this matter and it pronounced a very short oral order. We have not yet seen the written order, which will be uploaded in the course of the day as we understand. And in that oral order, the court indicated that they are granting interim release / bail to Mr. Arvind Kejriwal. And that order of interim release will be operable up till 2nd of June, that is during the election process. And there is no restriction on his campaigning as to what he can say, what he cannot say while he is out in these 22 days. Any further aspect, we'll have to see the order and then only comment. So when do you think he'll be released? We are anticipating that the order should be getting uploaded quickly. We'll obviously move for release today itself. We'll try for the release today itself. And we hope that it should happen today itself. Thank you. Yes, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിഭാഷകന്റെ പ്രതികരണമാണ് കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഓർഡറിന്റെ വിശദാംശങ്ങൾ? അത് പുറത്തു വരാൻ പോകുന്നതേയുള്ളൂ. സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞ ഒരു ഓർഡർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ററിം ബെയിൽ, അതായത് ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നു. അതിൽ എന്തൊക്കെ ഉപാധികളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്, എന്തൊക്കെ പറയാൻ പാടില്ല പുറത്തേക്ക് എത്തുമ്പോൾ, എന്തൊക്കെ പറയണം, ഇത്തരം കാര്യങ്ങൾ റിട്ടൺ ഓർഡറിൽ അത് ആ വിധിയായി പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക എന്നിപ്പോൾ അഭിഭാഷകൻ സൂചിപ്പിക്കുന്നു. അത് അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഈ ഓർഡർ കയ്യിൽ കിട്ടിയാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ആകെയുള്ളത് ഒരു ഓറൽ ഓർഡർ മാത്രമാണ്. സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞ വിധി അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞ ഉത്തരവെന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. ജൂൺ 1 വരെയുള്ള സമയത്ത് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു. ആ ജാമ്യ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണം. പക്ഷേ എന്താണ് ആ വ്യവസ്ഥകൾ എന്നുള്ള കാര്യം അതൊരു റിട്ടേൺ ഓർഡറായി പുറത്തേക്ക് വരുമ്പോൾ മാത്രമായിരിക്കും അറിയാൻ സാധിക്കുക. അത് ഇന്ന് തന്നെ കൈപ്പറ്റും. അത് കൈപ്പറ്റി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇന്ന് തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളതാണ് ഇപ്പോൾ അഭിഭാഷകൻ പറഞ്ഞത്. ആർ അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഇപ്പോൾ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ വെക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുമോ എന്നതിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. കാരണം അത് എന്താണ് ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് റിട്ടേൺ ഓർഡറായി കയ്യിൽ കിട്ടേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ പറഞ്ഞതല്ലേ? തീർച്ചയായിട്ടും റജിൻ, അതിന് ഒരു സമയമെടുക്കും. കാരണം ഇതിനി റിട്ടേൺ ഓർഡറായി വന്നതിനു ശേഷം ഇത് ജയിൽ അധികൃതരുടെ പക്കലാണ് കൊണ്ടുചെല്ലേണ്ടത്. അതിനു മുൻപ് തന്നെ ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചത് കൊണ്ട് തന്നെ മെഡിക്കൽ പരിശോധന പോലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ നടപടിക്രമമായി മുൻപിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഓർഡർ ജയിൽ അധികൃതർക്ക് ലഭിച്ച ശേഷമായിരിക്കും ഈ ജയിൽ മോചനം ഉണ്ടാവുക. അതിനെന്തായാലും സമയമെടുക്കും. ഈ സഞ്ജയ് സിംഗിൻ്റെ മോചനവും അത് ഏതാണ്ട് ഒരു ദിവസത്തോളം എടുത്തിരുന്നു. കാരണം ഈ ഓർഡർ ഉത്തരവ് വന്നതിന് അതിൻ്റെ തൊട്ടടുത്ത ദിവസം വിചാരണ കോടതിയായിരുന്നു ഉപാധികൾ നിർദ്ദേശിച്ചത്. ആ വിചാരണ കോടതി നിർദ്ദേശിച്ച ഉപാധികളോടൊപ്പമുള്ള ഉത്തരവായിരുന്നു തിഹാർ ജയിലിൽ എത്തിച്ചതും. തുടർന്ന് സഞ്ജയ് സിംഗിൻ്റെ മോചനമുണ്ട്. അങ്ങനെ അതിനൊരു കാലതാമസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിലവിലും അത്തരം പ്രൊസീജിയറുകൾ ഇതുമായി ബന്ധപ്പെട്ട മുൻപിലുണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും കേജ്രിവാളിൻ്റെ മോചനം ഉണ്ടാവുക. ഒരു പക്ഷേ അത് നാളെ ആകാം എന്നുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും അഭിഷേക് സിംഗ്വി ജൂൺ 5 വരെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കുമോ എന്നുകൂടി കോടതിയിൽ ജസ്റ്റിസുമാരോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് അനുവദിക്കുവാൻ കഴിയില്ല. മറിച്ച് ജൂൺ 2 തന്നെ ജയിലിൽ കീഴടങ്ങണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ആം ആദ്മിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേജ്രിവാളിൻ്റെ മോചനം. കാരണം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്ര തിടുക്കത്തിൽ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചതിന് ശേഷം കേജ്രിവാളിൻ്റെ അറസ്റ്റ് നടത്തുന്നു, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ഇ ഡിയോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പല കാര്യങ്ങളിൽ ഈ തെളിവുകൾ ഉണ്ടെന്ന് ഇ ഡി പറയുമ്പോഴും ആ തെളിവുകൾ എവിടെയെന്ന് സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റിനെയും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള ഹർജി അതിലൊരു അന്തിമ വിധി വരുവാൻ കാലതാമസം എടുക്കും എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. കാരണം ഇ ഡി കോടതിയെ അറിയിച്ചത് ഇതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കവിതയുടെ അടക്കം ജാമ്യങ്ങളിൽ ഇ ഡി ചൂണ്ടിക്കാട്ടിയത് ഈ അന്വേഷണം അത്
അത് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടിയുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയം കവിത അടക്കമുള്ള ആളുകൾക്ക് ജാമ്യം നൽകുന്നത് അത് അന്വേഷണത്തെ ബാധിക്കുമെന്നത് കവിതയുടെ ജാമ്യത്തിനെതിരായി ഇ.ഡി. കോടതിയെ അറിയിച്ചിരുന്നു. അങ്ങനെ പല ഇ.ഡിയുടെ ശക്തമായ വാദങ്ങൾ അത് ഈ കേജ്രിവാളിൻ്റെ ഹർജിയിലും കോടതിയിൽ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെല്ലാം ഒടുവിൽ കേജ്രിവാൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നിരത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമാണ്. കാരണം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടിയാണ് ഇ.ഡി. അറസ്റ്റ് ചെയ്തത്. ഈ തെളിവുണ്ടെന്ന് പറയുമ്പോൾ കൂടിയും ആ തെളിവുകൾ ഇതുവരെയും നൽകുവാൻ ഇ.ഡിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് നൽകിയിരിക്കുകയാണ്. തുടരുക. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് വാർത്തയുടെ മറ്റു വിവരങ്ങളുമായി. ബൽറാം, വലിയ ആശ്വാസമാണ് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും. അപ്പോൾ കോടതിയിൽ നടന്ന വാദങ്ങളിൽ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്താണ് ഇരു കൂട്ടരുടെയും? സുപ്രീം കോടതിയുടെ നിരീക്ഷണം അത് ഏറ്റവും സുപ്രധാനമാണ്. 21 ദിവസം ഇടക്കാല ജാമ്യം നൽകിയതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് ഇ.ഡിയോട്. അപ്പോൾ ഇ.ഡിക്കുള്ള ഒരു മുന്നറിയിപ്പാണ്, ഇ.ഡിക്കുള്ള കൃത്യമായ ഒരു ശാസന എന്ന് പറയാൻ സാധിക്കുമെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ആ രീതിയിൽ എന്തുകൊണ്ട് 1.5 വർഷമായി അന്വേഷിച്ച കേസിൽ നേരത്തെ അറസ്റ്റ് ഉണ്ടായില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നിലവിൽ ഇടക്കാല ജാമ്യമാണ്. ജൂൺ 1 വരെ ജാമ്യത്തിൽ തുടരാം. ജൂൺ 2 തിരികെ ജയിലിൽ പ്രവേശിക്കണം. ഇതാണ് ഇപ്പോഴത്തെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് എത്രമാത്രം ഇ.ഡിക്ക് തിരിച്ചടിയാണെന്ന് പറയാൻ സാധിക്കും ഈ ഘട്ടത്തിൽ? ബൽറാം, പ്രജിൻ, ഇ.ഡിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്ന നടപടി അത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം കെജ്രിവാളിന്റെ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള പരമാവധി ഇടപെടൽ ഇ.ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അടക്കം ഇ.ഡി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും കെജ്രിവാളിന് യാതൊരു തരത്തിലും ജാമ്യം അനുവദിക്കരുത്, അത് കേസിന്റെ അന്വേഷണത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതി രജിസ്ട്രിക്ക് കെജ്രിവാളിന്റെ അഭിഭാഷകർ പരാതി നൽകിയിരുന്നു. നടപടിക്രമങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് കോടതി ആവശ്യപ്പെടാതെ തന്നെ ഇത്തരത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിച്ചത് എന്നതടക്കം വ്യക്തമാക്കിയിരുന്നു. നിലവിലിപ്പോൾ കെജ്രിവാളിന് 21 ദിവസത്തേക്കാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും കെജ്രിവാളിനെ മാറ്റി നിർത്താൻ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അറസ്റ്റ് ചെയ്തത് എന്നും 1.5 വർഷത്തിലേറെ അന്വേഷിച്ചിട്ടും ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ ഇ.ഡിക്ക് കഴിഞ്ഞിട്ടില്ല. പണ ഇടപാട് ആരോപിക്കുമ്പോഴും 1 രൂപ പോലും ഒരു ആം ആദ്മി പാർട്ടി നേതാവിന്റെയോ ബന്ധപ്പെട്ട ആളുകളുടെയോ വീട്ടിൽ നടത്തിയ റെയ്ഡുകളിലോ അന്വേഷണത്തിലോ ഈ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും കെജ്രിവാളിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരുന്നു. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി 21 ദിവസത്തെ ഇടക്കാല ജാമ്യം കെജ്രിവാളിന് അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 1 വരെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതുവരെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ പങ്കെടുക്കാം. അതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. കാരണം അക്കാര്യം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഇടക്കാല ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഈ 1.5 വർഷം അന്വേഷണം നടത്തിയ ഏജൻസിക്ക് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അത് ഈ അറസ്റ്റിന്റെ സമയക്രമം അത് കെജ്രിവാളിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചതിനെ കോടതി അംഗീകരിച്ചു എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. ഒപ്പം തന്നെ കെജ്രിവാൾ ജൂൺ 2 ഇനി ജയിലിൽ തിരിച്ച് ഹാജരാകേണ്ടത്. കെജ്രിവാളിന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് യാതൊരു തരത്തിലും കേസിനെയോ അന്വേഷണത്തെയോ ബാധിക്കുന്നില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടാണ് ഇക്കാര്യം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കെജ്രിവാളിന്റെ ജാമ്യമോ ഇടക്കാല ജാമ്യമോ ലഭിക്കരുത് എന്നായിരുന്നു ഇ.ഡിയുടെ ഉദ്ദേശം. ബൽറാം, ഇന്ന് ഇപ്പോൾ ഈ കോടതിയിൽ ഇന്നും ഇ.ഡി ഉയർത്തിയ വാദം ഈ ഇലക്ഷൻ പ്രചാരണത്തിനായി ജാമ്യം നൽകരുത് എന്നതാണ്. ഇപ്പോൾ സോളിസിറ്റർ ജനറൽ ആണെങ്കിൽ തന്നെ ഐ കുഡ് നോട്ട് ഫൈൻഡ് എനി പ്രസിഡന്റ് ഓൺ പേഴ്സൺ ബീങ് റിലീസ്ഡ് ഫോർ ക്യാമ്പയിനിങ്. പ്രചാരണത്തിനായി ഇങ്ങനെയൊരു ജാമ്യം നൽകുന്നത് അത് അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയിരുന്നു. അപ്പോഴും
ജസ്റ്റിസ് ഖന്ന പറഞ്ഞത് ലെറ്റ്സ് നോട്ട് പുട്ട് ഇൻ ടു എ സിമ്പിൾ സ്ട്രേറ്റ് ജാക്കറ്റ് ലൈക്ക് ദാറ്റ് എന്നാണ്. അത് മാത്രം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു വിധിയിലേക്ക് പോകാൻ സാധിക്കില്ല. വി ആർ ജസ്റ്റ് പാസിംഗ് ദി ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്ററിം ബെയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കെജ്രിവാളിന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വി വിൽ ട്രൈ ആൻഡ് കൺക്ലൂഡ് ആർഗ്യുമെന്റ്സ് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നു. അതായത് വി വിൽ ട്രൈ ആൻഡ് പ്രൊനൗൺസ് ജഡ്ജ്മെന്റ് ഇഫ് പോസിബിൾ എന്നുകൂടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിശദീകരണം? ഇതുവരെയും ഒരു റിട്ടേൺ ഓർഡർ കിട്ടിയില്ല എന്ന് നേരത്തെ കെജ്രിവാളിന്റെ അഭിഭാഷകരും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പ്രജിൻ, ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ എടുത്ത നിലപാട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് മൗലിക അവകാശമല്ല എന്നുള്ളതാണ്. ഒരു പൗരന്റെ മൗലികമായ അവകാശമല്ല രാഷ്ട്രീയ പ്രചാരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു കേസിൽ പ്രതിയായിരിക്കുന്ന ഒരു വ്യക്തി, അയാളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നുള്ളത് ഒരു വിഷയമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കെജ്രിവാൾ ഈ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടന്ന ഡൽഹി മദ്യനയ അഴിമതിയിലെ മുഖ്യ സൂത്രധാരനാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ കോടതി പരിഗണിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് മാത്രമല്ല, ഈ കേസിന്റെ മറ്റ് പശ്ചാത്തലം കൂടി പരിശോധിച്ചുകൊണ്ടാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ ജസ്റ്റിസ് ഖന്നയുടെ വാക്കുകളിൽ തന്നെ അക്കാര്യം വ്യക്തവുമാണ്. ഈ പ്രചാരണത്തിന്റെ പേരിൽ മാത്രമല്ല, ഈ കേസിന്റെ അന്വേഷണം, സമയക്രമം അടക്കമുള്ള ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ കെജ്രിവാളിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തീരുമാനം. ബൽറാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഇഡിയുടെ അറസ്റ്റ് ഉണ്ടായ സമയം തൊട്ട് അന്ന് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിന്റെ വൃത്തങ്ങളും സൂചിപ്പിച്ച കാര്യം, ഇതിൽ ഒരു മുഖ്യമന്ത്രി പദത്ത് മാറേണ്ട സാഹചര്യമില്ല, ജയിലിലാണെങ്കിൽ പോലും ഭരണം നിർവഹിക്കാം. അതിനെതിരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ BJPയും ഒക്കെ രംഗത്ത് വരുന്നത് കണ്ടു. പക്ഷേ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഈ സ്ഥിതിയിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന് ഭരണം നടത്താനുള്ള അവകാശമുണ്ടോ, അല്ലെങ്കിൽ ആ റൈറ്റ് ഉണ്ടോ? കോടതി അതിലെന്തെങ്കിലും കാര്യങ്ങളെന്ന് സൂചിപ്പിച്ചോ? പ്രജിൻ, ഈ വിഷയത്തിൽ കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കുന്നതിന്റെ ഭരണഘടനാ പരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വിഷയമാക്കിക്കൊണ്ട് BJP ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതിഷേധ പരിപാടികൾ തുടർച്ചയായി ഡൽഹിയിൽ നടന്നു വരികയാണ്. ശരി.